ഓക്കെ, അപ്പോൾ ഈ മെറ്റേണൽ അതുപോലെ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയാനുള്ള മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ, പഴയ കാലത്തെന്ന് വെച്ചാൽ തീരെ ലിറ്ററസി, അതായത് നിരക്ഷരരായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനുള്ള ആ ഒരു പക്വത എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അല്ലേ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഹൈ ലിറ്ററസി റേറ്റ് ഓഫ് വുമൺ ആണ്. അതായത് ഓരോ സ്ത്രീകളിലാണല്ലോ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്ത്രീകളിലെ ലിറ്ററസി, അതായത് അവർക്ക് നല്ല വിദ്യാഭ്യാസം ലിറ്ററസി ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ പഴയ കാലത്ത് പോലെയല്ല, ഇപ്പോൾ ഒരുപാട് ഹെൽത്ത് സെൻ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഹെൽത്ത് സെൻ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് കുറയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എന്താണ് പബ്ലിക്കായിട്ടും ഹെൽത്ത് പ്രൊജക്റ്റായിട്ടൊക്കെ അല്ലേ, നമുക്കറിയാം എന്താണ് ഗുണമേന്മയുള്ള അതേപോലെ മികച്ച മാതൃശിശു ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ നമുക്കിടയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഹൈ ക്വാളിറ്റി പബ്ലിക് ഹെൽത്ത് പ്രൊജക്റ്റ് പറയുന്നുണ്ട്. ആക്സസ് പ്രോപ്പർ ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ, റെഡ്യൂസ് മെറ്റേണൽ ആൻഡ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലേ. അതായത് നല്ല പ്രോപ്പറായിട്ടുള്ള, നമുക്കറിയാം അങ്കണവാടികളിൽ നിന്നൊക്കെ ആശാ വർക്കേഴ്സൊക്കെ വരാറുണ്ട്. പ്രഗ്നൻ്റ് ആയ മുതൽ കഴിയുന്നത് വരെയുള്ള ഒരുപാട് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ അവർ തരാറുണ്ട് അല്ലേ. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻസും അതേപോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് മെറ്റേണലും ഇൻഫാൻറ്റും മോർട്ടാലിറ്റി റേറ്റ് കുറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ജെൻഡറിനെ പറ്റിയിട്ടാണ് അല്ലേ. ജെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മെയിൽ ഉണ്ടാകും, ഫീമെയിൽ ഉണ്ടാകും അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് മെയിലായിട്ടുള്ള, അതായത് ആണുങ്ങൾക്കാണ് നമ്മളെപ്പോഴും കൂടുതൽ ഒരു മുൻഗണന കൊടുത്തിട്ട് കാണുന്നത്. ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലേ. അപ്പോൾ അങ്ങനെ പാടില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ കാണണം അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലീഡർഷിപ്പ് എന്നാണ്. അതായത് അവർക്ക് തുല്യമായിട്ടുള്ള ഈക്വലായിട്ടുള്ള എന്താണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കണം. അതേപോലെ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിലായാലും തുല്യത കാണിക്കണം അല്ലേ. എപ്പോഴും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ, എന്ത് കാര്യത്തിൽ നേതൃത്വം കൊടുക്കാൻ നമ്മളൊക്കെ ആണുങ്ങളെയാണ് പൊതുവേ ആക്കാറുള്ളത്. പക്ഷേ അത് പാടില്ല. അതേ ലീഡർഷിപ്പിൻ്റെ ആ ഒരു ഈക്വാലിറ്റി ആരിലും കാണിക്കണം, നമ്മുടെ ഫീമെയിലും കാണിക്കണം. അതേപോലെ തീരുമാനങ്ങൾ എടുക്കുന്നതായാലും വലിയ വലിയ പൊസിഷൻസിൽ ഇരിക്കുന്നതായാലും ഒക്കെ എന്ത് വേണം, ഈക്വാലിറ്റി കാണിക്കണം. അതേപോലെ തന്നെ എവിടെ ട്രാവൽ ചെയ്യാനോ, നമുക്കറിയാം സ്ത്രീകളെന്ന് പറയുന്നത് ഒരു 10-12 മണി കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊന്നും പോകാറില്ല അല്ലേ. അപ്പോൾ സ്ത്രീകൾക്ക് എന്ത് വേണം, ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ എനിവേർ എനി ടൈം, അത് കൊടുക്കണം. ഒരു ഫ്രീഡം ഉണ്ടാവണം. അതേപോലെ തന്നെ ഈക്വൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതായത് ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം പല മക്കൾസും ബോയ്സും ഗേൾസൊക്കെ പഠിക്കാറുണ്ട് പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ ഇപ്പോൾ അത് വളരെ എന്താ പറയുക, ആ ഒരു ഈക്വലാണ്. ആ ഒരു കാര്യത്തിലൊന്നും പഴയ കാലത്തുള്ള ആ ഒരു ഇതൊന്നും ഇപ്പോഴില്ല അല്ലേ. അപ്പോൾ ഈക്വൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. അതേപോലെ തന്നെ ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്, അതായത് അവർ ചെയ്യുന്ന ജോലിക്ക് തുല്യമായിട്ടുള്ള വേതനം. അതായത് ആണുങ്ങൾക്ക് ഇത്ര, പെണ്ണുങ്ങൾക്ക് ഇത്ര എന്നുള്ള നിലയിലല്ല, എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഒരു വേജസ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ മെൻ ആൻഡ് വുമൺ ഇൻ ഫാമിലി കെയർ ആൻഡ് ഹൗസ് ഹോൾഡ് ചോസ്, അതായത് കുടുംബ പരിചരണത്തിനും മറ്റ് ജോലികളിലും സ്ത്രീകളെ അതേപോലെ പുരുഷന്മാരും ഒരേപോലെ പങ്കെടുക്കണം എന്നാണ്. ഓക്കെ, അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അടുക്കള, അവർ വീടിനുള്ളിലും ആണുങ്ങൾ പുറത്ത് പോയി പണിയെടുക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുക എന്നുള്ളത് മാറ്റിയിട്ട് സ്ത്രീകളും ചെയ്യുന്ന ജോലികൾ എന്താണോ അത് പുരുഷന്മാരെ പോലെ പുറത്തൊക്കെ പോയി ജോലി ചെയ്യാനുള്ള ഒരു സിസ്റ്റം സ്ത്രീകളിലും കൊണ്ടുവരണം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഈക്വാലിറ്റി കാണിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്.